വീഞ്ഞിനെ പോലെ നുരഞ്ഞു പൊങ്ങുന്ന ജീവിതത്തോടുള്ള അഭിനിവേശം തന്നെയാണ് എനിക്കിവിടെയുള്ള കോട്ട്. ഒപ്പം അത് ചെയ്തേ മതിയാവൂ എന്ന തീവ്രമായ ആഗ്രഹവും. ആ ആഗ്രഹങ്ങൾ ഓരോന്നും നടത്തിയെടുക്കാൻ അതിനേക്കാൾ ഭ്രാന്തമായി ശ്രമിക്കുന്ന മനുഷ്യരും കൂടി ചേരുമ്പോൾ എന്തിനാണ് ഞാൻ മാറി നിൽക്കുന്നത്, മുൻപോട്ട് പോവുക തന്നെ ചെയ്യും എന്ന കൃഷ്ണയുടെ വാക്കുകൾ ഓർമ്മപ്പെടുത്തുന്നത് ഈ ജീവിതവും നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരും എത്ര ഭംഗിയുള്ളതാണ് എന്ന് തന്നെയാണ്. പ്രതീക്ഷകൾ അസ്തമിക്കാത്ത കാലത്തോളം പറന്നുയരാൻ അദൃശ്യമായ ചിറകുകൾ കാത്തു സൂക്ഷിക്കുന്നവരാണ് മനുഷ്യരെന്ന് തോന്നിയിട്ടുണ്ട്. കൂടെയുള്ള മനുഷ്യരുടെ ചേർത്ത് പിടിക്കലുകളിൽ, അവനവനിലേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടത്തിൽ, ചില സ്വപ്നങ്ങളിലൂടെയൊക്കെ ചില നേരം നമ്മുടെ ജീവിതത്തിന് നിറങ്ങൾ വന്നു തുടങ്ങുന്നു. വീണ്ടും നാം ജീവിച്ചു തുടങ്ങുന്നു. അങ്ങനെ നമ്മുടെയൊക്കെ ഈ ചെറിയ ജീവിതത്തിൽ ഇനിയും എത്രയോ ജീവിതം ബാക്കിയാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നൂറ്റാണ്ടുകളുടെ നടകളിൽ എന്ന ഈ പുസ്തകം.